നമസ്കാരം. സോക്കർ ഗാലയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. എന്തായാലും ബ്രസീൽ ആരാധകർക്ക് അത്ര നല്ല ശുഭസൂചനമല്ല. കാരണം ബ്രസീൽ ആരാധകർക്ക് നിരാശപ്പെടുത്തുന്ന ഒരു വാർത്ത വരിക. ലോകകപ്പിൽ ബ്രസീലിന്റെ ആദ്യ മത്സരത്തിൽ സൂപ്പർ താരം നെയ്മാർ കളിക്കില്ല. പരിശീലകൻ കാർലോ ആഞ്ചലോട്ടിയാണ് ഇക്കാര്യം അറിയിച്ചത്. കായികക്ഷമത വീണ്ടെടുക്കാൻ ഇനിയും സമയം വേണമെന്ന് പരിശീലകൻ അറിയിച്ചു. ഖിലാഫ് അഹമ്മദ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഖിലാഫ്, 3 വർഷത്തിന് ശേഷം ബ്രസീലിന്റെ ടീമിലേക്ക് എത്തി. വലിയ പ്രതീക്ഷയോടെയാണ് ബ്രസീൽ ആരാധകർ കാത്തിരിക്കുന്നത്. എന്തായാലും മൊറോക്കോയ്ക്കെതിരെ നെയ്മാർ കളിക്കില്ല. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദേശീയ ടീമിലെത്തിയ നെയ്മറിനെ ഈ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ കളിക്കാനാകില്ല എന്ന നിരാശാജനകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ കാർലോ ആഞ്ചലോട്ടി തന്നെയാണ്, പരിശീലകനായിട്ടുള്ള കാർലോ ആഞ്ചലോട്ടി തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. താരത്തിന് ഇതുവരെ പൂർണ്ണ തോതിൽ കായികക്ഷമത വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയിച്ചത്. കൂടാതെ നാളെ പുലർച്ചെ നടക്കുന്ന മൊറോക്കോക്കെതിരായ മത്സരത്തിലായിരിക്കും താരം ലഭ്യമാവില്ലാത്തത്. മറ്റ് മത്സരങ്ങളിൽ താരം എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും കാർലോ ആഞ്ചലോട്ടി പറയുന്നുണ്ട്. ജൂൺ 19 ഹൈത്തിക്കെതിരെയും പിന്നീട് 24 സ്കോട്ട്ലാൻഡിനെതിരെയുമാണ് മത്സരം, അടുത്ത ബ്രസീലിന്റെ മത്സരങ്ങൾ. ഈ മത്സരങ്ങൾക്ക് താരം പൂർണ്ണതോതിൽ ഫിറ്റായി തന്നെ, ഫിറ്റ്നസ് വീണ്ടെടുത്ത് താരം കളിക്കുമെന്ന് തന്നെയാണ് കാർലോ ആഞ്ചലോട്ടി പറയുന്നത്. അവസാന നിമിഷം വരെ താരത്തിന്റെ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ അവസരം നൽകി. എന്നാൽ താരത്തിന് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ സാധിച്ചില്ല. താരം പൂർണ്ണതോതിൽ ഈ ഒരു ഫിറ്റ്നസ് തെളിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ വേണ്ടി കഠിന പരിശീലനത്തിലാണ് നെയ്മർ എന്നും കാർലോ ആഞ്ചലോട്ടി പറയുന്നു. ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിരാശയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ സുൽത്താന്റെ വരവ് എന്ന് പറഞ്ഞ് എല്ലാവരും ആകാംക്ഷയോടെ താരത്തിന്റെ ഒരു ദേശീയ ടീമിലേക്കുള്ള വരവ് ആഘോഷമാക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നെയ്മർ ആദ്യ മത്സരത്തിൽ തന്നെ കളിക്കില്ല എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നത്. കൂടാതെ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ഒരു ലോകകപ്പ് നെയ്മർ ജൂനിയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവസാന ലോകകപ്പ് കൂടിയാകും. അതുകൊണ്ട് തന്നെ ആ ഒരു ലോകകപ്പിനെ അത്രയും വൈകാരികതയോടെയാണ് എല്ലാ ആരാധകരും കാണുന്നത്, ഫുട്ബോൾ പ്രേമികൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ മത്സരത്തിൽ തന്നെ താരം കളിക്കാതിരിക്കുമ്പോൾ തന്നെ ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ കളിക്കാൻ നെയ്മറിന് സാധിക്കുമോ എന്നൊരു ചോദ്യം തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. കരുത്തരായ മൊറോക്കോയാണ് നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ എതിരാളികൾ. അതുകൊണ്ട് തന്നെ എത്ര തോതിലായിരിക്കും ഈ ഒരു താരത്തിന്റെ അഭാവം ടീമിനെ ബാധിക്കുക എന്ന രീതിയിലുമുള്ള ഒരു ആശങ്കയുണ്ട്. രുജീഷ്. ശരി ഖിലാഫ്, എന്തായാലും ബ്രസീൽ ടീമാണ്. ഇതുവരെ കളിച്ചെത്തിയതൊക്കെ തന്നെ നെയ്മാർ ഇല്ലാതെയാണ് എന്നതുകൂടി അറിയാം. പക്ഷേ നെയ്മാറിന്റെ ഒരു വരവ് എല്ലാ ആരാധകരും പ്രതീക്ഷിച്ചിരുന്നു. കാർലോ ആഞ്ചലോട്ടി പറയുന്നത് പോലെ തന്നെ വളരെ അതിവേഗത്തിലാണ് അദ്ദേഹം ഈ റിക്കവറി പ്രോസസ്സിനൊക്കെ വേണ്ടി അദ്ദേഹം സമയം ചെലവഴിക്കുന്നത് എന്ന് പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡിസംബറിൽ ശസ്ത്രക്രിയ നടത്തിയ ഒരു താരമാണ് ഇത്ര വേഗത്തിൽ അത് തിരിച്ചെത്തി ടീമിന് ഒപ്പം ചേർന്നത്. ആ തരത്തിൽ നെയ്മർ അതിവേഗം തന്നെ അദ്ദേഹത്തിന്റെ പരിക്ക് മാറ്റി ടീമിനൊപ്പം എത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് ബ്രസീൽ ടീമിനും ഉള്ളത്.